ഗണിതമഞ്ജരി ചാപ്റ്റർ 1 ഓറിയൻറ്റിംഗ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. അപ്പോൾ ആദ്യം കോർഡിനേറ്റ്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷന് ശേഷമാണ് ടോപ്പിക്കിലേക്ക് കിടക്കുക. കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഗിളായിട്ട് ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0 ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് പോസിറ്റീവ് നമ്പേഴ്സ്, ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇതൊരു 1 ഡയമെൻഷണൽ എന്ന് തന്നെ പറയാം. കാരണം ഒരു സിംഗിൾ നമ്പർ ലൈൻ നമുക്കൊരു സാധനത്തിൻ്റെ ലെങ്ത്ത് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 5 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ പാരാമീറ്റർ അല്ലെങ്കിൽ ഒറ്റ ഡയമെൻഷൻ കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതുപോലെ ഇതിനെ നമുക്കിപ്പോൾ എക്സ് എന്ന് ഞാനിതിനെ മാർക്ക് ചെയ്യുന്നു എന്ന് വയ്ക്കുക. 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന എക്സും ഇവിടെ ഒരു എക്സ് ഡാഷ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. 0യുടെ മുകളിലേക്കുള്ളത് പോസിറ്റീവ് നമ്പേഴ്സ്, താഴേക്കുള്ളത് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ മുകളിലോട്ടുള്ള പോസിറ്റീവിനെ വൈ, താഴോട്ടുള്ള നെഗറ്റീവിനെ വൈ ഡാഷ്. ഇങ്ങനെ പറയുമ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ ലൈൻ, നമ്പർ ലൈൻ എന്ന് പറഞ്ഞത് ലൈൻ ഇപ്പോൾ 2 ലൈൻസ് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ട് മാറി. പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സർഫസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സർഫസ് എന്ന് നമുക്ക് തന്നെ പറയാം. എക്സ് വൈ പ്ലെയിൻ, പിന്നെ നമുക്ക് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ 2 പാരാമീറ്റേഴ്സ് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് പി ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മിഡിലുള്ള 0, എക്സ് ആക്സിസിനും ഇത് 0 ആണ്, വൈ ആക്സിസിനും ഇത് 0 ആണ്. അതുകൊണ്ട് ഇതിനെ 0 0 എക്സും വൈയും വെച്ച് നമുക്ക് പ്ലെയിൻ ആകുമ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ പി എന്ന പോയിൻ്റ് എക്സ് ആക്സിസിൽ 0 കഴിഞ്ഞ് 2 പോയിൻറ്റ്സ് ടു ദ റൈറ്റ് സൈഡ്, 2 പോയിൻറ്റ്സ് ടു ദ റൈറ്റ് സൈഡ് ഇത്രയും ദൂരം ഇവിടെ വന്നു. ഇനി മുകളിലേക്ക് 1 പോയിൻറ്റ് എബവ്. അപ്പോൾ എക്സ് 2 മൂവ് ചെയ്തു, വൈ ഇതിന് പാരലായിട്ട് നോക്കുക. ഈ 1 തന്നെയാകും ഇവിടെയും വരിക. അപ്പോൾ ഒറിജിനിൽ നിന്നും 2 പോയിൻറ്റ്സ് ടു ദ റൈറ്റ് സൈഡ് ആൻഡ് 1 പോയിൻറ്റ് എബവ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 2,1 എന്ന ലൊക്കേഷനിലാണ് ഈ പോയിൻ്റ് പി ഉള്ളത് എന്ന് പറയാം. അപ്പോൾ ഒരു പോയിൻ്റ് എക്സാക്റ്റായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഈ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും യൂസ് ചെയ്യുന്നു. എക്സ് കോർഡിനേറ്റിനെ ആബ്സിസ എന്ന് പറയും, വൈ കോർഡിനേറ്റിനെ ഓർഡിനേറ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിലേക്ക് വന്നാൽ ആദ്യം ഒരു പാസേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് 2 കുട്ടികൾ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുന്നു. അപ്പോൾ അതിലെ ഒരു കുട്ടിക്ക് ആ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ ആ റൂമും അതിൻ്റെ ലൊക്കേഷൻസൊക്കെ എക്സാക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി സിബ്ലിംഗ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഒരു പാസേജ് ആയിട്ടാണ് ഇതിൻ്റെ തുടക്കം. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ അക്കാഡമിക് ഇയർ ആൻഡ് റെയ്ഹാൻ ഈസ് ബോത്ത് എക്സൈറ്റഡ് ആൻഡ് നെർവസ്. ദ ഫാമിലി ഹാസ് ജസ്റ്റ് മൂവ് ടു എ ന്യൂ സിറ്റി. ഹി ആൻഡ് ഹിസ് സിസ്റ്റർ ശാലിനി വിൽ ബി അറ്റൻഡിങ് എ ന്യൂ സ്കൂൾ. ടുഡേ ശാലിനി വിൽ ഹെൽപ്പ് ഹിം settle into the new environment. When someone is not able to see, this can be a very big challenge, but with their mother's transferable job, the siblings have done it often and it has become easier with each move. അപ്പോൾ റെയ്ഹാൻ എന്തോ ഒരു വിഷൻ എന്തെങ്കിലും ലോ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ റൂമും അതിലെ ഓരോ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശാലിനി ഒരു കോർഡിനേറ്റ് ജോമെട്രി യൂസ് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ശാലിനി വാണ്ടഡ് റെയ്ഹാൻ ടു ഫീൽ ദ ഡയറക്ഷൻസ്, സോ ഷീ യൂസ്ഡ് എ റെക്ടാങ്കുലർ ഗ്രിഡ് ഓൺ വിച്ച് ഷീ ഹാസ് ഫിക്സഡ് പിൻസ് ആൻഡ് ത്രെഡ്സ്. ദിസ് ഷോഡ് ദ ഫ്ലോർ ഓഫ് ദ റൂം. അപ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലേ. അങ്ങനെ നമുക്കൊരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആയിട്ട് ആ ഫ്ലോറിനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പിൻ വെച്ച് ഇങ്ങനെ
ആദ്യം മാർക്ക് ചെയ്തു. ഇനി ഇതിനെ ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഗ്രാഫ് പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ അവിടെ 1 സെൻറ്റിമീറ്റർ 1 ഫൂട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണുക, ഈ റൂമിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം 12 ഫീറ്റ് ബൈ 10 ഫീറ്റ്, ബാത്റൂം 6 ഫീറ്റ് ബൈ 9 ഫീറ്റ്, ഇങ്ങനെയൊക്കെ മെഷർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്രാഫ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ 1 ഫൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയാം 1 മീറ്റർ ദാറ്റ് ഈസ് 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ അത് ഇഞ്ചസിലാണെങ്കിൽ 1 ഇഞ്ച് ഈക്വൽ ടു 2.54 സെൻറ്റിമീറ്റർ. 1 ഫൂട്ട് അതിൻ്റെ പ്ലൂറലാണ് ഫീറ്റ് ഈക്വൽ ടു 30.48 സെൻറ്റിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി 30. 1 ഇഞ്ച് 2.5 ഏകദേശം അത്രയും ഓർമ്മയുണ്ട്. നമുക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമാവും. 1 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 30.48 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ഒരു ഗ്രാഫ് പേപ്പർ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ഡാഷ് വൈ ഡാഷ്, ഇവിടെ 0 0 ഒറിജിൻ. ബി ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ബി എന്ന പോയിൻ്റ് നോക്കിയാൽ 0യിൽ നിന്ന് 4.5 യൂണിറ്റ്സ്. പിന്നെ എക്സ് ആക്സിസിലുള്ള പോയിൻ്റ് ആകുമ്പം വൈ കോർഡിനേറ്റ്, അത് രണ്ടാമത് വരുന്നത് 0. അതുപോലെ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 0, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 4, 0 4. അതുപോലെ ഇ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് അപ്പോൾ 3യുടെ തൊട്ട് മുമ്പായിട്ടാണ്. അപ്പോൾ -2.9. ഓരോ കൊച്ചു സ്ക്വയറും ഒരു 10 സ്മോൾ സ്ക്വയർസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9th സ്ക്വയറിലാണ്ട് -2.9. എക്സ് വാല്യൂ വൈ വാല്യൂ 0. ഇനി ജി എന്ന പോയിൻ്റ് നോക്കിയാൽ എക്സ് വാല്യൂ 0 താഴേക്കായതുകൊണ്ട് വൈ ആക്സിസിൽ -4.5. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇത് 8th പഠിച്ചതിൻ്റെ ജസ്റ്റ് ഒരു റിവിഷൻ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 2 എക്സും വൈയും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് വാല്യൂ നെഗറ്റീവ്, വൈ വാല്യൂ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ 2ഉം നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഫിഗർ 1.3 അതാണ് ഈ താഴെയുള്ളത്. മുമ്പേ വരച്ച ഈ കാണിച്ചതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ളത്, ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത്. ഫിഗർ 1.3 ഷോസ് റെയ്ഹാൻസ് റൂം വിത്ത് ദ പോയിൻറ്റ്സ് ഒ എ ബി സി മാർക്കിംഗ് ഇറ്റ്സ് കോർണേഴ്സ്. കാണാലോ, ഒ എ ബി സി, ഒ എ ബി സി, ഇതാണ് ആ റൂം. The x and y axis are marked in the figure. Point O is the origin. If D1 R1 represents the door to Rayhan's room, how far is the door from the left wall? D1 R1 ഇതാണ് D1. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടി താഴെ എഴുതുന്നു R1. ഇതാണ് ഡോർ. അപ്പം ഇത്രയും ഭാഗത്തായിട്ടാണ് ഈ ഡോറ് വരുന്നത്. ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ? ലെഫ്റ്റ് വാൾ എന്ന് പറയുന്നത് റൈറ്റ് വാൾ, ഇവിടെ റൈറ്റ് വാൾ എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വൈ ആക്സിസ് ആണ് ലെഫ്റ്റ് വാളായിട്ട് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് വാളിൽ നിന്ന് എത്ര ദൂരെയാണ്? നമുക്ക് കാണാം D1 എന്ന് പറയുന്നത് 8 ആണ്. എക്സ് ആക്സിസിൽ തന്നെ 8. അപ്പോൾ എക്സ് ആക്സിസിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് 0. എക്സ് ആക്സിസിൽ തന്നെയുള്ളൊരു പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും.
ഓക്കെ, R1 ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് 11.50. അപ്പോൾ 8.0 11.50 അതാണ് കോർഡിനേറ്റ്സ്. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ്സ്. 8 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 ഫൂട്ടാണ്. അപ്പോൾ 8 feet. How far is the door from the x-axis? It is on the x-axis. x-axisൽ തന്നെയാണല്ലോ അത്. അപ്പോൾ y-axisൽ നിന്നും, അതായത് ലെഫ്റ്റ് വാൾ നിന്നും 8 feet ആണ് ദൂരമുള്ളത്. x-axisൽ തന്നെയാണ് ആ ഡോറ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? D1ൻ്റെ കോർഡിനേറ്റ്സ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു, 8,0. അതാണ് D1ൻ്റെ കോർഡിനേറ്റ്സ്, 8,0. If R1 is the point 11.5, how wide is the door? അപ്പം ഡോറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ 11.5 മൈനസ് 8, 3.5. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി, 3.5. ഡു യു തിങ്ക് ദിസ് ഇസ് എ കംഫോർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? അതായത് 3.5 എന്ന് പറഞ്ഞാൽ 3.5 ഫൂട്ടാണ്. അപ്പോൾ 1 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 30.48 സെൻറ്റിമീറ്റർ. അപ്പോൾ 3.5 ഫൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 1 മീറ്റർ ഒക്കെ ആയിട്ട് വരും. അത്രയും മതിയാവും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ പോകാം. 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 100 സെൻറ്റിമീറ്റർ. അതിന് മുകളിലുണ്ട്. ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ 3.5 × 30.48 അത്രയും ചെയ്ത് നോക്കേണ്ട, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. 1 മീറ്ററിന് മുകളിലുണ്ട്. അപ്പോൾ അത്രയും മതിയാവും. നമുക്ക് നമ്മുടെ റൂം ഡോറൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മനസ്സിലാകും. കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സാധിക്കും. ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻ്റർ ദ റൂം, വിൽ ഹി ഓർ ഷീ ബി ഏബിൾ ടു ഡു സോ ഈസിലി? വീൽ ചെയർ ആണെങ്കിലും ഒരു 1 മീറ്റർ ഒന്നും വേണ്ടി വരില്ല. ഒരു വീൽ ചെയറിൽ ഒരാളെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മൂവ്മെൻറ്റിന് വീൽ ചെയർ അത്രയും ഒന്നും വേണ്ടി വരില്ല. ഇതിനേക്കാൾ കുറവായിരിക്കും വീൽ ചെയറിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് കംഫർട്ടബിൾ. അടുത്തത്, ഇഫ് B1 0,1.5 and B2 0,4 represent the ends of the bathroom door, is the bathroom door narrower or wider than the room door? B1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 0,1.5. B2ൻ്റെ കോർഡിനേറ്റ്സ് 0,4. അപ്പോൾ B1 to B2 വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 4 - 1.5, ദാറ്റ് ഇസ് 2.5 ഫീറ്റാണ് വരുന്നത്. അപ്പോൾ 2.5 ഫീറ്റാണ് ബാത്റൂം ഡോറിൻ്റെ വിഡ്ത്ത് വരുന്നത്. റൂം ഡോറ് 3.5 ആയിരുന്നു. അപ്പോൾ ബാത്റൂം ഡോർ 3.5നേക്കാൾ നാരോ ആണ്. 3.5നേക്കാൾ നാരോ ആണ് ബാത്റൂം ഡോർ. അത്രയും ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇനി ഇതിൽ കുറച്ച് എക്സ്പ്ലനേഷൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ XY പ്ലെയിൻ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 4 പാർട്സ്, ഓരോ പാർട്ടിനെയും ക്വാഡ്രൻ്റ് എന്നാണ് പറയുന്നത്. ക്വാഡ്രൻ്റ് 1, 2, 3, 4 അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ്.
On a graph sheet, mark the x-axis and y-axis and the origin O. Mark points from -7 to -7,0 to 13,0 on the x-axis and from 0, -15 to 0,12 on y-axis. Use a scale 1 centimeter equal to 1 unit. Using figure 1.5, answer the given questions. അപ്പോൾ ഈ ആദ്യം ഇത് ആൻസർ ചെയ്തിട്ട് നമുക്കിതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാനുള്ളത് വരയ്ക്കാം. Place Rayhan's rectangular study table with 3 of its feet at the points 8, 9, 11, 9 and 11, 7. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സ്റ്റഡി ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 8, 9 എന്ന് പറയുമ്പോൾ 8 വരുന്നത് D1 അവിടെ നിന്ന് മുകളിലോട്ട് 9 പോയിൻറ്റ്സ് എബവ്. D1 ഇവിടെ 9 പോയിൻറ്റ്സ് എബവ് വരുമ്പോൾ ഇത് 8, 9. ഇനി 11, 9 എന്ന് പറയുമ്പോൾ നമ്മുടെ R1 കുറച്ച് മുമ്പായിട്ട് 11, 9 ഇവിടെ. ദിസ് ഇസ് 11, 9. അടുത്തത് 11, 7 വീണ്ടും ഈ 11 ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് വന്ന് 7 ഇവിടെ ആയിരിക്കും 11, 7. നമുക്ക് ടേബിളിൻ്റെ 3 ലെഗ്സ് പ്ലേസ് ചെയ്തു. അപ്പോൾ നാലാമത്തേത് ഇവിടെ എങ്ങനെയായിരിക്കും? നാലാമത്തേത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ്, അതായത് 8, 7 ആയിരിക്കും അതിൻ്റെ നാലാമത്തെ കോർഡിനേറ്റ് ആയിട്ട് വരേണ്ടത്. 8, 7. അപ്പോൾ 4th ഫുട്ട് 8, 7 വരിക. ഈസ് ദിസ് എ ഗുഡ് സ്പോട്ട് ഫോർ ദ ടേബിൾ? യെസ്, കാരണം നമുക്കത് കംഫർട്ടബിളായിട്ട് അവിടെ വയ്ക്കാം. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാനുള്ള സ്ഥലം ഉണ്ട്. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ? ദ ലെങ്ത്. ക്യാൻ യു മേക്ക് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ? വിഡ്ത്ത് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് 9 - 7 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 ഫുട്ട്. ലെങ്ത്ത് ഇത് വിഡ്ത്ത്. ലെങ്ത് വിൽ ബി 11 - 8 3 യൂണിറ്റ്സ് അല്ലെങ്കിൽ 3 ഫുട്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ്, ടേബിളിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷനിലാണ്. XY പ്ലെയിൻ അത് 2 ഡയമെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റുമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒന്നും ഇൻഫർ ചെയ്യാൻ സാധിക്കില്ല. If the bathroom door has a hinge at B1 and opens into the bedroom, will it hit the wardrobe? Are there any changes you would suggest if the door is made wider? അപ്പോൾ ബാത്റൂം ഡോർ ഇവിടെ നമുക്ക് കാണാം B1. അപ്പോൾ നമ്മൾ നേരത്തെ ബാത്റൂം ഡോറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിച്ചു. ബാത്റൂം ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ അത് 2.5 യൂണിറ്റ്സ് ആയിരുന്നു. റൂം ഡോറിൻ്റെതാണെങ്കിൽ 3.5. അപ്പോൾ ഇതിനേക്കാൾ നാരോവർ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 2.5 ആയതുകൊണ്ട് ഈ 2.5 ആയിട്ടുള്ള ഈ ഡോറ് ഇങ്ങോട്ടേക്ക് തുറന്നാലും ഈ വാർഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3.3യിൽ നിന്നാണ്. ഓക്കെ, 0.3യിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് തുറന്നാലും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ബാത്റൂം ഡോറ് വൈഡർ ആക്കുകയാണെങ്കിൽ ഈ വാർഡ്രോബ്
വാർഡ്രോബ് റൈറ്റ് വാളിലേക്ക് ശകലം നീക്കി വയ്ക്കാനും ഇവിടെ സ്പേസ് ഉണ്ട്. റൈറ്റ് വാളിൽ ഇവിടെ മറ്റെവിടെയെങ്കിലുമായിട്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. ശകലം ഇങ്ങോട്ട് നീക്കിയാൽ മതി. അതായത് ഈ 8-ലെത്തുമ്പോഴേ ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശകലം കൂടി ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം, ഇൻ കേസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയാൽ. അല്ലെങ്കിൽ റൈറ്റ് വാളിൻ്റെ അവിടെ മറ്റേതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഇതിനെ മാറ്റാം. What are the coordinates of the four corners O, F, R and P of the bathroom? O origin already മാർക്ക് ചെയ്തിട്ടുണ്ട്, 0 0. എഫ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ ആക്സിസിലാണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 9. എഫിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 0,9. അടുത്തത് ആർ. ആറിൻ്റെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് ഇവിടെ -6 ആണ്. എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് -6. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 9 തന്നെയാണ്. -6,9. മനസ്സിലായല്ലോ. ലെഫ്റ്റ് സൈഡിലേക്ക് 6 പോയിൻറ്റ്സ് ടു ദ എക്സ് ആക്സിസ്, ടോപ്പിലേക്ക് 9 യൂണിറ്റ്സ് എബോവ്, അതുകൊണ്ട് -6,9. ഇനി പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -6,0. അപ്പോൾ O 0 0, F 0,9, R -6,9, P -6,0. What is the shape of the showering area? SHWR. അപ്പോൾ ഇവിടെ ഷവറിങ് ഏരിയ കാണുന്നുണ്ടല്ലോ, SHWR. ഇത് ഒരു ട്രപ്പീസിയമാണ് ഇതിൻ്റെ ഷേപ്പ്. ട്രപ്പീസിയത്തിന് 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ആണ്, ദ അതർ പെയർ ഇസ് നോൺ പാരലൽ. ട്രപ്പീസിയം SHWR. ട്രപ്പീസിയമാണ്. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സും കൂടി എഴുതാം. എസിൻ്റെ കോർഡിനേറ്റ് എടുത്താൽ എക്സ് ആക്സിസിലേക്ക് -6, വൈ ആക്സിസിലേക്ക് +6. സോ -6, +6. ഇതാണ് എസിൻ്റെ കോർഡിനേറ്റ്. എച്ച് എടുത്താൽ എക്സ് ആക്സിസിലേക്ക് -3, വൈ ആക്സിസിലേക്ക് +6. സോ -3,6. W എടുത്താൽ എക്സ് ആക്സിസിലേക്ക് -2, വൈ ആക്സിസിലേക്ക് +9, -2,9. R എടുത്താൽ -6, +9. അപ്പോൾ ഇതാണ് കോർഡിനേറ്റ്സ്. S -6,6, H -3,6, W -2,9, R -6,9. Mark off a 3 feet by 2 feet space for the wash basin and a 2 feet by 3 feet space for the toilet. Write the coordinates of the corners of the spaces. ഇവിടെ വാഷ് ബേസിൻ കാണിച്ചിട്ടുണ്ട് 3 feet by 2 feet. 3 feet എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും 1 2 3, 2 feet 1 2, 3 feet by 2 feet, ഇത്രയും. ഇത് വാഷ് ബേസിൻ്റെ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ കോർണേഴ്സ് മാർക്ക് ചെയ്യാനാണെങ്കിൽ P ഇവിടെ ഇതിലില്ലാത്ത 1-2 ആൽഫബറ്റ്സ് കൊടുക്കാം. P Z W ഓൾറെഡി ഉണ്ട്. Z W1 X1
ജസ്റ്റ് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് നേരത്തെ മാർക്ക് ചെയ്തു, പി ഒന്നും കൂടി മാർക്ക് ചെയ്യാം. -6, 0. ഇനി ഇസഡ് -3, 0. എക്സ് ആക്സിസിൽ തന്നെ വരുന്നത് വൈ കോർഡിനേറ്റ് 0. ഇനി W1ൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? W1ൻ്റേത് -3, ലെഫ്റ്റ് സൈഡിലേക്ക് -3, ടോപ്പിലേക്കുള്ള y വാല്യൂ 2. സോ y1 is -3, 2. x1 -6, ലെഫ്റ്റ് സൈഡിലേക്ക് y വാല്യൂ 2. അപ്പോൾ ഇതാണ് വാഷ് ബേസിൻ 3 feet by 2 feet മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ്. അടുത്തത് ബാത്റൂമിൻ്റെ 2 feet by 3 feet. അപ്പോൾ ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ 2 feet ഇവിടെ നിന്ന് എടുക്കാം, 1 2 feet. ഇനി 3 feet 1 2 3 ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിനോട് ചേർത്ത് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ എടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇത് തന്നെ വരും. x1 ഈ W1, x1 എത്രയായിരുന്നു? -6, 2, y ആക്സിസിലെ 2 points above. W1ൻ്റെത് W1ൻ്റെതിന് വ്യത്യാസം വരുന്നുണ്ട്. W2 എന്ന് കൊടുക്കാം. ഇവിടെ -4, 2. -4 എക്സ് ആക്സിസിൽ നിന്ന് -4 ലെഫ്റ്റിലേക്കും മുകളിലേക്ക് 2 points. അതുകൊണ്ടാണ് -4, 2. ഇനി ഇവിടുത്തെ ഈ പോയിൻറ്റിന് P1 എന്ന് കൊടുക്കുകയാണെങ്കിൽ -4 അതുപോലെ തന്നെ വരുന്നുണ്ട്. -4, y എത്രയാണ്? y വരുന്നത് 2 3 4 5. ഇനി ഇവിടെ ഒരു പോയിൻ്റ് Q1 എന്ന് ജസ്റ്റ് നെയിം ചെയ്യുന്നു. നെയിം ചെയ്യണം എന്നില്ല, ജസ്റ്റ് നെയിം ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Q1ൻ്റെ കോർഡിനേറ്റ്സും -6 ആണ് എക്സ് കോർഡിനേറ്റ്, y കോർഡിനേറ്റ് 5. ഓക്കെ, ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ 2 feet by 3 feet കൂടി എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്ലാസ് കുറച്ചധികം ലെങ്തി ആയി വരും. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക്